സ്കൂളിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ 50 വർഷം തികയും. 40ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അടുത്ത വർഷം 50 വർഷം. 50 വർഷം കൊണ്ട് മികച്ച വിദ്യാർത്ഥിനികളെ തലമുറകൾക്ക് സംഭാവന ചെയ്ത ഒരു മഹാപ്രസ്ഥാനമായി സെൻറ് മേരീസ് സ്കൂൾ മാറിയിരിക്കുന്നു. പത്തനാപുരത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ തിരുമേനിയുടെ കാലത്ത് ആരംഭിച്ച വിദ്യാഭ്യാസ പരിഷ്കരണം പത്തനാപുരം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി. പൂനിയിൽ നിന്നാണെങ്കിലും പുല്ലൂരിൽ നിന്നാണെങ്കിലും ഒക്കെ കൊട്ടാരക്കരയിൽ നിന്ന് വരെ ആളുകൾ പഠിക്കാൻ വന്ന് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന് പഠിച്ചിരുന്നത് ഇവിടെയാണ്. പഴയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TN ജേക്കബ് സാർ പറയും, അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ സെമിനാരിയുടെ ഹോസ്റ്റലിൽ താമസിച്ചാണ് സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ പിറവത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് പഠിക്കുക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാണ്. നമ്മൾ 2 കാര്യങ്ങളിൽ പത്തനാപുരം മുന്നിട്ട് നിന്നിരുന്നു. ഒന്ന്, പത്തനാപുരമായിരുന്നു കിഴക്കൻ മനോരമകളിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റാണ്. കാലാന്തരത്തിൽ അത് ക്ഷയിച്ച് അങ്ങ് പോയി. പുനലൂരിലേക്കും അടൂരിലേക്കുമൊക്കെ ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള ഒരു പേര് പോയി. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അന്ന് ലഭിച്ച പാരമ്പര്യം തുടരുവാൻ സെൻറ് മേരീസ് സ്കൂൾ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിച്ചപ്പോൾ വീണ്ടും അവസരമുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ, CBSE വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഇംഗ്ലീഷ് പറയാൻ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നടത്തിയത് സെൻറ് മേരീസ് സ്കൂളിലായിരിക്കും. ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്, ഇംഗ്ലീഷ് എഴുതാനറിയാം, വായിക്കാനറിയാം. പക്ഷേ ഇംഗ്ലീഷ് നല്ല സ്ഫുടമായി അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റാക്കി പറയാൻ പഠിപ്പിച്ചത് ആദ്യം സെൻറ് മേരീസ് സ്കൂളിലാണ്. പിന്നെ നമുക്കറിയാം അല്ലമാർ സ്കൂളിൽ പല സ്കൂളുകൾ, നല്ല സ്കൂളുകൾ ഇവിടെ വന്നു. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് സെൻറ് മേരീസ് സ്കൂൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇവിടെ ബഹുമാനായ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം നന്ദി പറയുക. പത്തനാപുരത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് പത്തനാപുരത്തിൻ്റെ താലൂക്ക് ഹോസ്പിറ്റൽ. ഏതാണ്ട് 7 or 8 സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്. അവിടെ ഡോക്ടർമാർ വരേണ്ടതുണ്ട്, അവിടെ നേഴ്സസ് വരേണ്ടതുണ്ട്, മറ്റ് സ്റ്റാഫുകൾ വരേണ്ടതുണ്ട്. പലരും മടിക്കുന്നത് ഏതാണ്ട് 109 സ്റ്റാഫുകളെ ഞാൻ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവരെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം. അപ്പോൾ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നല്ല ഡോക്ടർമാർ പത്തനാപുരത്ത് വരുമോ? അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും. പറയും, അവിടെ എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ്, അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ എൻ്റർടൈൻമെൻറ്റ് പറ്റി പറയാറില്ലായിരുന്നു. ഞാൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മക്കളെ പഠിപ്പിക്കാൻ നല്ല സ്കൂളുണ്ട്. അതിന് CBSE വേണമെങ്കിൽ CBSE, ICSE പഠിക്കണമെങ്കിൽ ICSE, സ്റ്റേറ്റ് പഠിക്കണമെങ്കിൽ സ്റ്റേറ്റ്, പഠിക്കാനുള്ള സൗകര്യമുള്ള സ്കൂൾ പത്തനാപുരത്തുണ്ട് എന്ന് അഭിമാനത്തോടെ പറയും. ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായിരുന്നു പത്തനാപുരം. ഇപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നില്ല. പിന്നെ അവർക്ക് സിനിമ കാണാനും അവർക്ക് ഷോപ്പിങ്ങിന് പോകാനും ഒക്കെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഉത്തരം മുട്ടിപ്പോയിക്കൊണ്ടിരുന്നത്. അതിനും അദ്ദേഹം പറഞ്ഞ പോലെ പരിഹാരം കാണാൻ കഴിഞ്ഞു. ഒരു ഷോപ്പിംഗ് മാൾ കൊണ്ടുവന്നു, അവിടെ ലുലുമാൾ വരുന്നു, അവിടെ മോഹൻലാലിൻ്റെ തിയേറ്റർ വന്നു. അങ്ങനെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനോ സ്ഥലം മാറി പത്തനാപുരത്ത് വന്നാൽ അവർക്കും അവരുടെ കുടുംബത്തിനും മക്കളെ പഠിപ്പിക്കാനും മറ്റ് ഒരു ദിവസം ഒരു ഹോളിഡേയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനും പറ്റിയ സൗകര്യങ്ങൾ പത്തനാപുരത്ത് ഒരുക്കാതെ ഒരു പ്രമുഖരായ വ്യക്തികളും ഇവിടെ വരില്ല. ഒരു ഡോക്ടർമാരും വരില്ല, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡോക്ടർമാരാരും വരില്ല, മറ്റ് നേഴ്സ്, മറ്റ് സ്റ്റാഫൊന്നും വരില്ല. എല്ലാവരും മടിക്കും. ഇവിടെ വരുമ്പം എനിക്ക് സ്ഥലം മാറ്റം വാങ്ങിച്ച് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ ഒരു മറുവശം ഇതെല്ലാം സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ, ഈ ഒരു ഷോപ്പിംഗ് മാൾ പണിയാൻ, അവിടെ ലുലുമാൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, തിയേറ്റർ കൊണ്ടുവന്നത്, ഇതെല്ലാം എന്തിനെന്ന് വെച്ചാൽ ഒരു ദീർഘവീക്ഷണമുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം, നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ടാകണം, നല്ല ഷോപ്പിങ്ങിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, നല്ല പ്രോഡക്റ്റുകൾ എന്ത് ആഗ്രഹിച്ചാലും വാങ്ങാൻ കഴിയണം. ഇതൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ ആളുകൾ വരികയുള്ളൂ.